ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ ആ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു, ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. മെയ് 4 പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തറയില് ചരിത്ര വിജയം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള, അപ്പൊ അതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമാ നടിയും NDA സ്ഥാനാർത്ഥിയുമായ അഞ്ജലി നായരെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ? അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂലല്ലോ അല്ലെ? ഈ ഇലക്ഷൻ കാലഘട്ടം ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയത് നമ്മുടെ അഞ്ജലി ചേച്ചിയെ പോലുള്ള ആളുകളാണല്ലോ. മെയ് 4 വരെ എന്തായാലും ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകും. 4-ന് ശേഷം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ചേച്ചിന്റെ പൊടി പോലും കാണാൻ സാധ്യതയില്ല. എന്തായാലും മാധ്യമങ്ങൾക്കും ഇപ്പൊ NDA സ്ഥാനാർത്ഥികളെ മതി. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ NDA സ്ഥാനാർത്ഥികളുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് പരിപാടി പോലെയാണ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് തോന്നുന്നു. NDA സ്ഥാനാർത്ഥികൾ എന്തായാലും കുറച്ച് പൊട്ടത്തരങ്ങളെ വിളിച്ചു പറയല്ലോ. അങ്ങനെ നല്ല റീച്ചും കിട്ടും. ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇവരേക്ക് ഊറ്റി ജീവിക്കാമെന്നാണ് മാധ്യമങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പോലും ഏഷ്യാനെറ്റ് ന്യൂസിൽ അഞ്ജലി നായരുടെ ഒരു ചെറിയ ഇന്റർവ്യൂ വന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. സ്ഥാനാർത്ഥികളുടെ വിഷു വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തൃപ്പൂണിത്തുറയിൽ ഇത്തവണ വിജയം ഉറപ്പെന്നാണ് NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ പറയുന്നത്. അഞ്ജലിയുടെ ഇത്തവണത്തെ വിഷു ഇലക്ഷൻ സ്പെഷ്യലാണ്. ജൂലിയറ്റ് അഞ്ജലിയുമായി സംസാരിച്ചു. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് വിഷുദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജലി, ആദ്യം തന്നെ ഹാപ്പി വിഷു. സിനിമ സ്പെഷ്യൽ വിഷു, കുടുംബത്തിനൊപ്പമുള്ള വിഷു ഒക്കെ അഞ്ജലിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വിഷു പൊളിറ്റിക്കൽ ആണല്ലേ? എങ്ങനെയുണ്ട് ഈ വിഷു? ഈ വിഷു വളരെ വേറിട്ടൊരു അനുഭവമാണ്. ഞാൻ വിഷുവിന് ഇന്നലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണ് എന്റെ പർച്ചേസ് സംബന്ധമായിട്ട് പോയത്. 4-ാം തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അത് കാണാൻ പറ്റും. അങ്ങനെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ജലി അത് തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടുള്ള സന്തോഷമായിരിക്കും. അല്ലാതെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് സന്തോഷിക്കാനുള്ള കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അത് പിന്നെ NDA സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായിരിക്കും റിസൾട്ട് എന്ന് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അഞ്ജലി ചേച്ചി പറയുന്നത് പോലെ ഇനി ആരെങ്കിലും ജയിക്കുമെന്ന് കരുതി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചാട്ടെ അല്ലെ? എന്തായാലും മെയ് 4 വരെ ഇല്ലുള്ളൂ ആ സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ പാവങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സന്തോഷിച്ചാട്ടെ. ബാക്കി പറയാൻ പറ്റി. കണി വെക്കുമ്പോ സാധാരണ ചക്ക വെക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അഞ്ജലിക്ക് ഇത്തവണ അത് വെക്കുമ്പോ മനസ്സിലൊരു അല്ലെ? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ ആ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു, ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. എന്തൊക്കെ കേൾക്കണല്ലേ? ചേച്ചിക്ക് ചക്ക കൊടുക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എന്നാലും വിഷുവിന് സ്വന്തം ചിഹ്നം തന്നെ കണി കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ ചേച്ചിക്ക്. സന്തോഷായി ചേച്ചി, സന്തോഷായി. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നേരത്തെ പറഞ്ഞത് ചക്ക മുറിച്ചാൽ താമരയാണ്, താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ട്രോളുമായി. പക്ഷെ അഞ്ജലി അതിനൊക്കെ വളരെ മനസാന്നിധ്യത്തോടെ നേരിട്ടു അല്ലേ? അതെ നേരിട്ടു. ഏതപ്പാ ചോദ്യം? അഞ്ജലി ചേച്ചി ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണത്. അത് നൈസായിട്ട് കുത്തിപ്പൊക്കിയിട്ട് അവസാനം അഞ്ജലി അത് ശക്തമായി നേരിട്ടു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മോട്ടിവേഷനും മനസ്സിലാവുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. എന്നാലും അഞ്ജലി ചേച്ചിനെ എങ്ങനെയൊക്കെ അപമാനിക്കണം? ഒന്നില്ലെങ്കിലും വിഷു അല്ലേ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ് എന്റെ അടുത്ത്. മോൾ എവിടെ പോയാലും താമര ചിഹ്നം കണ്ടില്ല, അത് കുത്തൂല, വോട്ട് കുത്തില്ല, താമര കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കുന്നവരോട് താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര എന്ന് മോള് പറയൂ. ആ അമ്മ ബുദ്ധിപൂർവ്വം തന്നെ കാര്യം പറഞ്ഞു കൊടുത്തതാണ്. BJP-യുടെ പാർട്ടി ചിഹ്നമാണല്ലോ താമര. പക്ഷെ അഞ്ജലി 2020-യുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ താമര കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് ചക്ക ആയത്. പക്ഷെ എന്ന് കരുതി ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. ചിഹ്നം തന്നെ മാറിയിട്ടുള്ളൂ. അഞ്ജലി നമ്മുടെ ആളാണ്, താമര തന്നെയാണ് എന്നാണ് അമ്മമ്മ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരോടും പറയണമെന്നാണ് അമ്മമ്മ അഞ്ജലിയെ ഉപദേശിച്ചത്. പക്ഷെ അഞ്ജലി എന്താ ചെയ്തത്? ചക്ക മുറിച്ച് കഴിഞ്ഞാണെങ്കിൽ കാണാൻ താമരയെ പോലെ തന്നെയല്ലേ എന്നുള്ള പൊട്ടത്തരങ്ങ് വിളിച്ചു പറഞ്ഞു. അതാണ് ട്രോളാവാൻ കാരണം. പക്ഷെ ഇപ്പൊ ചേച്ചി ആളെ ആകെ മാറി കേട്ടോ. ഏഷ്യാനെറ്റ് ന്യൂസുകാരോടൊക്കെ എന്തൊരു സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത് അല്ലെ? ഇലക്ഷൻ സമയത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ആള്. എന്തൊക്കെയായിരുന്നു, ഓടുന്നു, ചാടുന്നു, ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പൊ തോൽക്കുമെന്ന് ഉറപ്പായപ്പോ ആവേശമൊക്കെ പോയിന്ന് തോന്നുന്നു. ബാക്കി പറഞ്ഞാട്ടെന്തായാലും. മെയ് 4 പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തുറയില് ചരിത്ര വിജയം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള, അപ്പൊ വരുന്നവരും പോകുന്നവരൊക്കെ ചേച്ചി എടുത്തപ്പോ നല്ലോണം ഊക്കി വിടുന്നുണ്ട് അല്ലെ? ചക്ക വാങ്ങാൻ പോയപ്പോ ഏറ്റവും നല്ല ചക്ക കൊടുക്കാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുന്നു. പടക്കം വാങ്ങാൻ പോയപ്പോയോ 4-ാം തീയതിക്കുള്ള പടക്കം ബുക്ക് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. എന്തായാലും പാവുണ്ട്. എല്ലാരും തന്നെ ഊക്കുകയാണെന്ന് പോലും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും 4-ാം തീയതി ചേച്ചിക്ക് നല്ല പടക്കം ഒന്നും വാങ്ങേണ്ടി വരില്ല. അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പടക്കമൊക്കെ എതിർ പാർട്ടിക്കാരെ വാങ്ങിക്കോളൂ. ചേച്ചിന്റെ വീട്ടിന് മുന്നിൽ വെച്ച് പൊട്ടിക്കുകയും ചെയ്യും. കാത്തിരുന്നോ? ബാക്കി ഉണ്ടോക്കെ എന്താ എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അഞ്ജലി. എന്തായാലും ഈ വിഷു അഞ്ജലിക്ക് വളരെ സ്പെഷ്യൽ വിഷു കൂടിയാണ്. എന്തായാലും അഞ്ജലിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും ഹാപ്പി വിഷു. താങ്ക് യു. യാത്ര പറഞ്ഞു പോകുമ്പോൾ റിപ്പോർട്ടർ എന്താ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയോ? മിഷൻ സക്സസ്, കിട്ടാറുള്ളതെല്ലാം കിട്ടി, ഇനി അടുത്ത ആള് പിടിക്കാം. എന്നാലും വിഷു സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു അഞ്ജലി ചേച്ചി എങ്ങനെ ട്രോൾ മെറ്റീരിയൽ ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഏഷ്യാനെറ്റ് ന്യൂസായി? കഴിഞ്ഞില്ല കേട്ടോ. ഇനി അഞ്ജലി ചേച്ചിയുടെ മറ്റൊരു ഇന്റർവ്യൂ കൂടിയുണ്ട്, അതും കൂടി കണ്ടോക്കാം.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അനുഭവങ്ങളൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. കൂടുതലും ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. സോ അതിനൊരു സന്തോഷമുണ്ട്. ലെറ്റ്സ് സീ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അതെങ്ങനെയായിരുന്നു? ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ വിജയം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ 3-4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. ഒലക്കാണ്. സിനിമയിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥികളെ കാണുമ്പോഴേക്കും ബോധം കിട്ടി വീഴാൻ ഇത് തമിഴ്നാടൊന്നുമല്ല. ചേച്ചി സിനിമയിൽ നിന്ന് വന്നതുകൊണ്ടൊന്നുമല്ല ആളുകൾ ഇത്രയും ആവേശം കാണിച്ചത്. ഇടയ്ക്കിടെയുള്ള ചേച്ചിയുടെ ഓരോ കാട്ടിക്കൂട്ടലും പൊട്ടത്തരങ്ങളും ഒക്കെയാണ് അവർ ഇത്രയും ആവേശം കൊള്ളിച്ചത്. സിനിമാക്കാരായതുകൊണ്ട് ആവേശം കാണിക്കാൻ ചേച്ചി മമ്മൂട്ടി മോഹൻലാൽ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ആ പ്രതീക്ഷയൊന്നും എടുത്ത് വെറുതെ തലയിൽ വെക്കേണ്ട ചേച്ചി. പണി കിട്ടും. ബാക്കി പറഞ്ഞാൽ കൂടാതെ അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. കാരണം 2 പേരുടെയും ഭരണം മടുത്തു എന്ന നിലയിലായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പം തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മാത്രമല്ലല്ലോ, പള്ളുരുത്തി, ഇടക്കൊച്ചി മുതൽ ഉദയംപേരൂർ വരെ ഉണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെയായോ? ഇത് എന്ത് വാർത്താനാണ് ചേച്ചി? ഇത്രയും കാലം എന്തായാലും ജയിക്കും എന്ന് പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വാക്ക് മാറ്റിയോ? മോശമായി പോയി. ചേച്ചി ഒന്ന് ജയിച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ ആരാധകരൊക്കെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇതിപ്പോ ചേച്ചിക്ക് തന്നെ ഉറപ്പില്ല ചേച്ചി ജയിക്കുമെന്ന്. കഷ്ടം കിട്ടും. ബാക്കി പറഞ്ഞാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അങ്ങ് ആ ഒരു രീതിയിൽ തൃപ്പൂണിത്തുറ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അപ്പോൾ അത് ജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമായിരിക്കും. അതിന് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട്. കാലത്ത് ഒരു 6 മണി മുതൽ രാത്രി ഒരു 10:30, പലപ്പോഴും 11 മണി വരെ നമ്മൾ ഫുൾ ടൈം ജനങ്ങളുടെ ഇടയിലാണ്. എവിടെയെങ്കിലൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും കോർണറുകളൊക്കെ ബാക്കിയാണ്. പല സ്ഥലങ്ങളിൽ പല കോളനികളൊക്കെ ബാക്കി വന്നു. കാരണം 20 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത്രയും 2 ലക്ഷം വോട്ടർമാരെടുത്ത് ഓടിച്ചില്ല എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലല്ല. പണ്ടത്തെ പോലെയല്ല, ഒട്ടും ദിവസങ്ങൾ കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും കിട്ടിയത് അത്രയും ദിവസം ഞങ്ങളെല്ലാവരും, ഞാനും എൻ്റെ പ്രവർത്തകരും BJP-യിലുള്ളവരും 2020-ലുള്ളവരും എല്ലാവരും മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളോ അങ്ങനെയൊക്കെ ഈ പ്രചരണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പ്രായഭേദമന്യേ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. മറ്റ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാതെ, മീഡിയ കാണില്ലേ എന്നറിയാതെ, ആലോചിക്കാതെ അവരുടെ ഒരു മടുപ്പ്, അവർ കരഞ്ഞ് ഫ്രസ്ട്രേഷനൊക്കെ കരഞ്ഞ് എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനൊക്കെ ഉണ്ടായോ? എന്നിട്ട് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് വൈറലാക്കാതെ ചേച്ചിയുടെ പാർട്ടിക്കാർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ അങ്ങോട്ട് തള്ളി മറിക്കാനല്ലേ ചേച്ചി. ബാക്കി പറഞ്ഞിട്ടുണ്ടായില്ല. അതേപോലെ പള്ളുരുത്തി കച്ചേരിപ്പടി കോളനി ഭാഗത്ത് പോയപ്പോൾ കണ്ട ഒരു എലി കടിക്കുന്ന ഒരു കുടുംബം, അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്ന കാഴ്ചകളല്ല. അപ്പോൾ ഒരു ഏതാൾ ഭരിക്കാൻ വന്നാലും ഒരു 100 പേരെ സന്തോഷിച്ച് ബാക്കി 10,000-കണക്കിന് ആളുകളെ വിഷമിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആരും തൃപ്തരല്ല എന്നുള്ളത് മനസ്സിലായി. ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിട്ട് ആളുകളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വേണം എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊജക്റ്റ് അവിടെ വേണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് കുടിവെള്ള പ്രശ്നം മുതൽ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം മുതൽ, ഓരുവെള്ളത്തിൻ്റെ പ്രശ്നം മുതൽ, പൊതുഗ്രൗണ്ടിൻ്റെ പ്രശ്നം, അതേപോലെ പട്ടയത്തിൻ്റെ പ്രശ്നം, പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നം, ഒരുപാട് വീടുകൾ പൂർത്തീകരിച്ച് കൊടുക്കാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറയിലുണ്ട്. ഞാൻ വികസനത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പറയണത് വികസനമില്ലെങ്കിലും കുഴപ്പമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ഈ ഒരു അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നാനാദി ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലാത്ത പക്ഷമാണെങ്കിൽ അവരോടൊപ്പം തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. നോക്കിയിരുന്നോ? മെയ് 4 കഴിഞ്ഞാണെങ്കിൽ പിന്നെ ചേച്ചിന്റെ പൊടി പോലും കാണൂല എന്ന് ആർക്കാണ് അറിയാത്തത്. ചേച്ചി അഭിനയവും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ചേച്ചിന്റെ വഴിക്ക് പോകും. അല്ലാതെ തോറ്റു കഴിഞ്ഞിട്ടും ചേച്ചി പിന്നെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചേച്ചിയൊക്കെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ വേണ്ടി മാത്രം കെട്ടിയിറക്കിയതല്ലേ. ഇലക്ഷൻ കഴിഞ്ഞതോടെ പിന്നെ ചേച്ചിയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? അല്ലെങ്കിലും ചേച്ചി രാഷ്ട്രീയമൊന്നും നിങ്ങൾക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി പറഞ്ഞിട്ടെന്തായാലും പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് ആളുകൾക്കിടയിൽ ഈ വോട്ടിന്റെ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സോൾവ് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പലതരത്തിലുള്ള ന്യൂസുകൾ സ്ഥിരമായിട്ടുള്ള വന്നല്ല, ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാവരിലേക്കും എൻ്റെ 2 പേരും ഞാൻ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതെനിക്ക് വോട്ടർമാരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയ ഒരു ഉത്തരവായിരുന്നു. അഞ്ജലി PV തന്നെയാണ് അഞ്ജലി നായർ എന്നുള്ളത്. പിന്നെ ചക്ക എന്നുള്ള ചിഹ്നവും വളരെ ട്രോളിലൂടെ എല്ലാവരുടെയും മനസ്സിലാക്കി. ട്രോള് എല്ലാവർക്കും അതുകൊണ്ട് ചിഹ്നം കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഏറെ ഗുണകരമായി എന്നുള്ളതാണ്.
അത്രത്തോളം ഞാൻ റീച്ചായി, അല്ലെങ്കിൽ എൻ്റെ ചിഹ്നം റീച്ചായി, എന്നത് ഇലക്ഷൻ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇത്രയും ദിവസം ഭയങ്കര ബഹളമായിരുന്നു, ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇപ്പൊ എന്ത് തോന്നുന്നു, എങ്ങനെയാണ്? ഞാനത് മിസ് ചെയ്യുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവരുടെയും സങ്കടം, ഞാൻ എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം മിസ് ചെയ്യുന്നു. ഇന്നലെയും ഞാൻ BJP പ്രവർത്തകരുടെ കൂടെയായിരുന്നു വൈകുന്നേര സമയങ്ങളിൽ. എൻ്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ അവരുടെ കൂടെയാണ് ആഘോഷിച്ചത്. അപ്പോൾ അത്ര വലിയൊരു കണക്റ്റഡായി ഫാമിലിയായിട്ട് മാറിക്കഴിഞ്ഞു പ്രവർത്തകരെല്ലാവരും. സിനിമ പ്ലാനുകളൊക്കെ തുടങ്ങിയോ, എങ്ങനെയാണ്? ഞാൻ ഇപ്പം കഥകൾ കേട്ട് തുടങ്ങണം, കോൾസ് വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും. പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുണ്ടാവും. 2020 ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പത്തെ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നയത്തിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പോവാന്നുള്ളതാണ്. ശരി. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുമെന്നല്ലേ ചേച്ചി അവിടെ പറയാതെ പറഞ്ഞു വെച്ചത്? എന്നാലുണ്ട് ചേച്ചി, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ 2020 ഒഴിവാക്കിയോ? ഇത് വല്ലാത്തൊരു ചതിയായിട്ടോ. മറ്റേ കിറ്റക്സിന്റെ മുതലാളി ഇത് എങ്ങനെ സഹിക്കും? എന്തായാലും ചേച്ചിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയ നിലപാടൊന്നും ഇല്ല എന്ന് മനസ്സിലായി. NDA സീറ്റ് കൊടുത്തത് കൊണ്ട് NDA-കാരിയായി. വേറെ വല്ല പാർട്ടിക്കാരുമാണ് സീറ്റ് കൊടുത്തതെങ്കിൽ ചേച്ചി ഇപ്പൊ ആ പാർട്ടിക്കാരി ആയനെ. എന്ത് പറയാനാണല്ലേ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് കാണാം.